അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹുസൈനാജിയുടെ മനസ്സിൽ എന്തൊക്കെയോ പല പല ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. താൻ ചെയ്തു കൂട്ടിയ തെറ്റുകളെ ഓർത്ത്, താൻ ഉപദ്രവിച്ചവരെ ഓർത്ത്, സ്വന്തം ഭാര്യയെ കൊല്ലാൻ വരെ ശ്രമിച്ച തൻ്റെ ആ ഒരു ദുഷ്ട സ്വഭാവത്തെക്കുറിച്ച് എല്ലാം ഓർത്തുകൊണ്ടാണോ എന്താണെന്നറിയില്ല അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത്. അത് ശരിക്കും ഷിഫയും കണ്ടു. താൻ ചെയ്ത തെറ്റിന് തനിക്ക് ഇത്രയും വലിയ ശിക്ഷ ലഭിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അദ്ദേഹം. ഷമ്മാസും അതാ അദ്ദേഹത്തെ കാണാൻ ചെന്നു. അസ്കറുമായി ബന്ധമുള്ള ഷമ്മാസ് വിവാഹം രണ്ടുപേരുടെയും ഒരുമിച്ചുറപ്പിച്ച ആ ഒരു ബന്ധത്തിന് മുകളിൽ കൂടി ഉമ്മ പറഞ്ഞയച്ചു ഷമ്മാസിനെ. എന്തൊക്കെ തന്നെയാലും എൻ്റെ കൂട്ടുകാരൻ്റെ ബാപ്പയല്ലേ, ഒന്ന് പോയി കണ്ടോ എന്ന്. അയാൾക്ക് ശരിക്ക് കണ്ണു തുറക്കുവാനോ ഒന്ന് സംസാരിക്കുവാനോ കഴിയാത്ത രീതിയിലായിരുന്നു അയാളുടെ കിടപ്പ്. എന്തൊക്കെ തന്നെയാലും ഷമ്മാസദ ഹോസ്പിറ്റലിൽ ചെന്ന് സിസ്റ്ററോട് അനുവാദം ചോദിച്ച് അതിനകത്തേക്ക് പ്രവേശിക്കുന്നു. ഷമ്മാസ് അകത്ത് കയറി, കൂടെ ഷിഫയും അസ്കറും. പക്ഷേ എല്ലാവർക്കും അവിടെ അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഷിഫ പുറത്തേക്ക് നിന്നു. ഹുസൈനാജിയെ കണ്ട നിമിഷം ഷമ്മാസ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. എൻ്റെ റബ്ബേ, പഠിച്ചവനെ, ദുനിയാവിൽ ഒരാൾക്കും ഈ രീതിയിലുള്ള ശിക്ഷ നീ കൊടുക്കല്ലേ അല്ലാ, അവൻ മനസ്സിൽ വിചാരിച്ചു. എന്തൊക്കെ തന്നെയായാലും അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അവരെ എത്രയൊക്കെ തന്നെ ശത്രുക്കളാണെങ്കിലും ഒന്ന് സന്ദർശിക്കുന്നത് നല്ലതല്ലേ. അതുകൊണ്ടൊരു പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം ലഭിച്ചാലോ എന്ന് അവൻ ഓർത്തു. അവൻ വിളിച്ചു, ഹാജിറെ. അവൻ്റെ ആ വിളി, അവൻ്റെ ആ ശബ്ദം ഹുസൈനാജിയുടെ ചെവിയിലേക്ക് പതിഞ്ഞെന്ന് തോന്നുന്നു. ഒരു നിമിഷം അയാൾ കണ്ണു തുറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ഉറ്റി വീണ ആ ഒരു കണ്ണുനീരിന് എന്തൊക്കെയോ മറുപടി അതിലുണ്ടെന്ന് ഷമ്മാസ് മനസ്സിലാക്കുന്നു. അവൻ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ഹാജിറെ, സാരല്ല, സുഖമായിക്കോളും. നമ്മൾ ചെയ്ത തെറ്റുകൾക്കൊക്കെ പഠിച്ചവനോട് പ്രായശ്ചിത്തം ചെയ്യാം. മനസ്സിൽ ചെയ്താലും മതി, പഠിച്ചവനത് സ്വീകരിക്കും. എന്തൊക്കെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും അതെല്ലാം പഠിച്ചവൻ പുറത്തു വരട്ടെ. പിന്നെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ കാണേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. എന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് വിശ്വസിക്കാം. ഞാൻ ഷമ്മാസാണ്. ഒരിക്കൽ നമ്മൾ തമ്മിൽ ഒന്ന് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കലും നിങ്ങളെ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷേ സാഹചര്യം, നിങ്ങളെല്ലാവരും കൂടി ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. എന്തൊക്കെ തന്നെയായാലും ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. നിങ്ങൾ എൻ്റെ വയസ്സിന് മൂത്ത ഒരാളല്ലേ, ഒന്നുമില്ലെങ്കിൽ അസ്കറിൻ്റെ പിതാവല്ലേ. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പുറത്തു തരണം. നിങ്ങളുടെ അസുഖം പെട്ടെന്ന് പഠിച്ച റബ്ബ് ഷിഫിയാക്കി തരട്ടെ. അയാൾ എന്തൊക്കെയോ അതാ ചുണ്ടുകൾ അനക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പുറത്തേക്ക് വരുന്നില്ല. മുഖത്തേക്കുള്ള ആ ഒരു മുറിവും എല്ലാം കൂടി കണ്ടപ്പോൾ ശരിക്കും ഒരാൾക്കും അയാളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. എങ്കിലും ഷമ്മാസ് പറഞ്ഞു, ഹാജിറെ, സാരല്ല കേട്ടോ, ഒക്കെ പഠിച്ചോൻ്റെ പരീക്ഷണം എന്ന് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ച റബ്ബ് നമുക്ക് അത് ദുനിയാവിൽ വെച്ച് തന്നെ അതിൻ്റെ ശിക്ഷയായി തരും എന്നൊക്കെയാണല്ലോ നമ്മൾ പഠിച്ചത്. ഒരുപക്ഷെ പഠിച്ചോ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഇവിടുന്ന് തന്നെ അതിനുള്ള ശിക്ഷ നൽകും, അല്ലാത്തവർക്ക് മരിച്ചു നിന്നിട്ട്. എന്തൊക്കെ തന്നെയായാലും അസുഖമായി കുറച്ച് കിടന്നു കഴിഞ്ഞാൽ നമ്മളൊരുപാട് ദോഷങ്ങൾ പൊറുക്കും. ഹജീറെ, ദുനിയാവെന്ന് വെച്ചാൽ കുറച്ച് കാലത്ത് ജീവിതമല്ലേ, സാരില്ല, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളെ ദോഷങ്ങളൊക്കെ പഠിച്ചവൻ പുറത്തു തരട്ടെ. എന്നാൽ ഞാൻ ഇറങ്ങാണ്. പിന്നെ ഹാജിറെ, ഞാനിനി നിങ്ങളോടൊന്നും പറഞ്ഞില്ല എന്നറിയണ്ട. ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങളുടെ പുന്നാര മകൻ അസ്കർ, അവൻ വിവാഹിതനാകാൻ പോവുകയാണ്. വിവാഹിതനാകുന്നു. നിങ്ങളുടെ അടുക്കലേക്ക് തൊട്ട് മുമ്പ് വന്നിട്ടുള്ള ആ പെൺകുട്ടി, ബാപ്പ എന്ന് വിളിച്ച ആ ഒരു പെൺകുട്ടി, അതാണ് നിങ്ങളുടെ മരുമകളായിട്ട് വരുന്നത്. പേര് ഷിഫ.
ഷിഫയെയാണ് നിങ്ങളുടെ മകൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. എന്തൊക്കെ തന്നെ മനസ്സിൽ ദേഷ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ മറന്നിട്ട് മക്കളെ അനുഗ്രഹിക്കാൻ വേണ്ടി നോക്കണം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ആ കൂട്ടത്തിൽ എൻ്റെയും നിക്കാഹുണ്ട്. അതെ, നിങ്ങൾ ഒരുപാട് ഉപദ്രവിച്ച നുസൈബ, എൻ്റെ ജ്യേഷ്ഠൻ്റെ ആദ്യ ഭാര്യ, അവളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. നല്ലൊരു കുടുംബജീവിതം നിങ്ങൾ ആഗ്രഹിക്കണില്ലേ? എത്രയോ ആളുകൾ നിങ്ങൾക്ക് സെർവൻ്റായിട്ടുണ്ട്, പക്ഷേ അസുഖമായ രീതിയിൽ നിങ്ങളെ നോക്കാൻ ആരുണ്ട്? ഇല്ല. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോ, നിങ്ങളുടെ പണം മാത്രമാണ് എല്ലാവർക്കും ആവശ്യം, അല്ലാതെ നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടല്ല. നിങ്ങളുടെ പണം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവരൊക്കെ വന്നത്. നിങ്ങൾക്ക് പണമില്ല എങ്കിൽ അവരെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ച് പോകും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, സുഖമില്ലാത്ത അവസ്ഥയിൽ മകനെ വന്ന് വിളിച്ചു. അങ്ങനെയാണ്, ആരും നിൽക്കൂല. ഹാജിയരെ, നിങ്ങൾ മനസ്സിലാക്കിക്കോളി. എന്തൊക്കെ തന്നെ ഉണ്ടായാലും സ്വന്തം ഭാര്യയും സ്വന്തം മക്കളും നൽകുന്ന ആ ഒരു സ്നേഹത്തോളം വരില്ല ഒന്നും. സ്വന്തം കുടുംബങ്ങൾ, മാതാപിതാക്കൾ, അവരൊക്കെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. മക്കളെ ആയാലും ഭാര്യയായാലും ഒരു കാരണവശാലും നമ്മൾ വെറുതെ ഉപദ്രവിക്കാനും അവരെ വിമർശിക്കാനും ഒന്നും പാടില്ല. അവരെ ചേർത്ത് പിടിക്കണം. നിങ്ങൾ എത്രയൊക്കെ ഇതിനെ ഉപദ്രവിച്ചതായാലും ഇതാ നിങ്ങളുടെ മകനാണ് നിങ്ങളുടെ കൂടെയുള്ളതെന്ന്, മറ്റാരുമല്ല. അയാളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അതിൽ പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീർ ഉണ്ടെന്ന് ഷമ്മാസിന് മനസ്സിലാക്കി. ഹാജിയരെ, നിങ്ങളൊരിക്കലും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മളെ ഭാഗത്തുള്ള തെറ്റ് പറഞ്ഞ് പഠിച്ച റബ്ബിനോട് ദുആ ചെയ്ത പൊറുക്കലിനെ തേടുക. അങ്ങനെയായാലേ നമ്മൾ ദോഷങ്ങളെ കണ്ട് കുഴിഞ്ഞു പോകും. നല്ല രീതിയിൽ ഈമാനോട് കൂടി മരണപ്പെടാൻ വേണ്ടി നമ്മളെപ്പോഴും ദുആ ചെയ്യുക. അതല്ലേ ഉണ്ടാവുള്ളൂ. ഈ ദുനിയാവിൽ കുറേ സമ്പാദിച്ചിട്ടെന്താ? ദുനിയാവെന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തെ ജീവിതമല്ലേ. നമ്മൾ ആഖിറത്തിലേക്കുള്ളതും കുറച്ച് ചിന്തിക്കണ്ടേ? അപ്പോൾ എന്തൊക്കെ തന്നെയാലും പറ്റിയതൊക്കെ പറ്റി. ഇനി പഴയത് ആലോചിച്ചിട്ട് ടെൻഷൻ ആകണ്ട. പഠിച്ചവനോട് പൊറുക്കലിനെ തേടുക. ഇനി നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതാ നിങ്ങളെ മോൻ അസ്കർ, ഇതാ അതുപോലെ തന്നെ ഞാൻ, ഷമ്മാസ്, ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകളായി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അല്ലാതെ മറ്റാരും ഉണ്ടാവില്ല. നിങ്ങൾ നല്ലൊരു മനുഷ്യനായി തിരിച്ചു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മകൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആഗ്രഹിക്കുന്നത്. പാവം, എത്ര ദിവസമായി ഒറ്റപ്പെട്ടവരെ പേടിച്ച് കഴിയുന്നു. ഇനിയെങ്കിലും നല്ലൊരു രീതിയിലേക്ക് തിരിച്ചു വരുന്ന പ്രതീക്ഷയുണ്ട്. ഇൻഷാ അല്ലാ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. ഷമ്മാസ് അത് പറഞ്ഞുകൊണ്ട് അതാ ഹുസൈനാജി കിടക്കുന്ന ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നു. അസ്കറിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഷമ്മാസ്, എൻ്റെ ബാപ്പ തിരിച്ചു വരുമോ? എൻ്റെ ബാപ്പ തിരിച്ചു വരുമോ? എൻ്റെ കല്യാണത്തിനെങ്കിലും നല്ല രീതിയിൽ ഒരു സന്തോഷത്തോടൊരു വാക്ക് പറയാൻ എൻ്റെ ബാപ്പ തിരിച്ചു വരുമോ? വരൂടാ, പഠിച്ചവനല്ലേ വലുത്. നീ പഠിച്ച റബ്ബിനോട് ദുആ ചെയ്യേ. അള്ളാഹ് വിചാരിക്കാത്തതായിട്ട് ഒന്നും നടക്കില്ലല്ലോ. നിനക്ക് ആഗ്രഹമുണ്ട് അല്ലേ? അതെ, എനിക്ക് ശരിക്കും ഉണ്ട്. എങ്ങനെ പേടിച്ച് നിക്കാഹ് കഴിക്കും? എങ്ങനെ പേടിച്ച് കല്യാണം കഴിക്കും? ഒരു സമാധാനമില്ലാത്ത ജീവിതമായിരിക്കും. ഇല്ല, സാരില്ല, നിൻ്റെ ഉപ്പ തിരിച്ചു വരും. നിൻ്റെ ഉപ്പ അതിന് സമ്മതം മൂളും. ശരിക്ക് നിങ്ങൾ അനുഗ്രഹിക്കും. ഈ നോക്കിക്കോ അസ്കർ, നീ നിൻ്റെ ഉമ്മയും കൂട്ടി നിൻ്റെ വീട്ടിലേക്ക് പോകണം. പിന്നെ പിതാവിന് സുഖമായിട്ട് അദ്ദേഹത്തെയും കൊണ്ടുപോകണം. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ തന്നെ പ്രവർത്തിച്ചതാണെങ്കിലും അവർക്ക് വേണ്ട ശിക്ഷ എങ്ങനെയെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതിന് ബാപ്പ കേസ് കൊടുക്കാനേ സമ്മതിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെയാണെങ്കിൽ അത് നടന്നോട്ടെ, കുഴപ്പമില്ല. എന്തായാലും ഷിഫിയാകട്ടെ, അത് ചെയ്തോലും പഠിച്ചവനായിട്ടായിക്കോളും. ഒരിക്കലും തൻ്റെ മൂത്തച്ചി ഫസീലയാണ് ആ കടുങ്കൈ ചെയ്തതെന്ന് ഷമ്മാസിന് അറിയുന്നേ ഇല്ല. അവർ രണ്ടുപേരും ICUവിൽ നിന്ന് ഇറങ്ങി. ശരിക്കും അസ്കറിന് നല്ല രീതിയിൽ സങ്കടം വന്നിട്ടുണ്ട്. ഷിഫ, ഷമ്മാസ് അവളെ വിളിച്ചു. എന്താ ഷമ്മുക്ക? അത് ദുആ ചെയ്യുക. പഠിച്ചവനോട് ദുആ ചെയ്താൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലല്ലോ.
ഉപ്പ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, സന്മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ ദുആ ചെയ്യുക. തീർച്ചയായും പഠിച്ച റബ്ബ് സ്വീകരിക്കും. എന്നിട്ട് ഇനി വെറും എത്ര ദിവസമുള്ളൂ? 10-15 ദിവസം മാത്രമേ കല്യാണത്തിന് ബാക്കിയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിയാൽ ഏറ്റവും നല്ലതല്ലേ? മാതാപിതാക്കളുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ദുആ ചെയ്യുക പഠിച്ചവനോട്. അദ്ദേഹത്തോട് പറഞ്ഞ കാര്യമായിട്ടുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി നല്ല മനുഷ്യനായി തിരിച്ചു വരികയാണെങ്കിൽ അൽഹംദുലില്ലാ ഹൈറ്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അസ്കർ, നീ എന്താ കൊച്ചു കുട്ടികളെപ്പോലെ ഇപ്പോഴും കഴിയാണോ? ഇല്ലടാ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അസ്കർ. ഷമ്മാസ് അതാ അവൻ്റെ കാറിനടുത്തേക്ക് പോകുന്നു. കാറിൻ്റെ ഡോർ തുറന്ന് അവൻ അതാ യാത്ര തിരിക്കുന്നു. ഒരുപാട് മനസ്സിനുള്ളിൽ പല ചിന്തകൾ, അവൻ്റെ പഴയകാല ഓർമ്മകൾ, അതെല്ലാം അവൻ പുതുക്കിക്കൊണ്ടിരുന്നു. ഹുസൈനാജി പേരിന് വലിയൊരു വില്ലൻ, ഇഷ്ടം പോലെ ആളുകൾ, ഇഷ്ടം പോലെ ക്യാഷ്, കണ്ടില്ലേ കിടക്കുന്ന കിടപ്പ്, ആകെ മുഖത്തൊക്കെ പൊള്ളലേറ്റ് നിസ്സഹായനായി ഒന്നും ചെയ്യാൻ കഴിയാതെ കിടക്കുന്ന കിടപ്പ്. പഠിച്ചോനെ, ഇതുള്ളൂ. ഒരു നിമിഷം മതി മനുഷ്യൻ്റെ എല്ലാ ശക്തികളും ചോർന്നു പോകാൻ. അദ്ദേഹത്തിന് ഒന്നും കഴിയുന്നില്ലപ്പോൾ. മര്യാദക്ക് കണ്ണ് തുറക്കാൻ വരെ എല്ലാം കേട്ട് കണ്ണുകൾ നിറക്കുക എന്നല്ലാതെ മറ്റൊന്നും അയാൾക്ക് മിണ്ടാനും പറയാനും പോലും കഴിയുന്നില്ല. അങ്ങനത്തെ അവസ്ഥ. എന്തൊക്കെ തന്നെയായാലും പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. അല്ലാ, നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എത്ര നന്നായിരിക്കും. ആ ഉമ്മക്കും ആ ഉപ്പക്കും മരുമകൾക്കും അവർക്കെല്ലാവർക്കും കൂടി അവിടെ ജീവിച്ചാൽ എത്ര റാഹത്തായിരിക്കും. ഷിഫിയും രക്ഷപ്പെടും, അവളുടെ വീട്ടുകാരൻ രക്ഷപ്പെടും. പാവം, അദ്ദേഹത്തിന് കടങ്ങളും കാര്യങ്ങളുള്ള ഒരു പാവം മനുഷ്യനാണ് ഷിഫിയുടെ ഉപ്പ. ഒരു പക്ഷേ ഹുസൈനാജി നന്നായി കഴിഞ്ഞാൽ അവർക്ക് എത്ര റാഹത്തോടു കൂടി അവിടെ ജീവിക്കാം. ഷമ്മാസ് ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു. ഒന്ന് ഹിജാബിക്ക് വിളിച്ചാലോ എന്നിവൻ വിചാരിക്കുകയാണ്. ഡ്രസ്സ് ഇനിയും എടുത്തിട്ടില്ല, ആഭരണങ്ങളും മഹർ ഒന്നും എടുത്തിട്ടില്ല. ഈ ദിവസം ക്ലാസ് ഇല്ലാത്ത ദിവസമാണ്. അതാ അവൻ ഹിജാബിക്ക് വിളിക്കുന്നു. ഇതുവരെ അങ്ങനെ നേരിട്ടങ്ങോട്ട് വിളിച്ചിട്ടില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം, മറ്റത് എന്തെങ്കിലും മെസ്സേജ് അയക്കാണ് പതിവ്. അന്നതാ നുസൈബയുടെ ഫോണിലേക്ക് ഷമ്മാസ് വിളിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. ഇതെന്ത് പറ്റി എൻ്റെ ഹിജാബിക്ക്? വീണ്ടും അവൻ വിളിച്ചു. അപ്പുറത്തു നിന്ന് മനോഹരമായ ഒരു ശബ്ദം. ഹലോ, ആരാ? സോറി, ഞാൻ പെട്ടെന്ന് നിനക്കറിയില്ലല്ലേ? എന്താ എൻ്റെ നമ്പറൊക്കെ ഒഴിവാക്കിയോ? ഷമ്മാസിൻ്റെ ആ ചോദ്യം. ഹേയ് ഇല്ല, ഞാനിപ്പോൾ എന്തു പറ്റി? ഫോൺ ചേഞ്ച് ചെയ്തോ? ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ സിമ്മൊന്ന്. നിനക്ക് ഏത് ഫോണാണ് പൊന്നെ വേണ്ടത്? ഏത് ഫോൺ നിനക്ക് എടുക്കാമല്ലോ. അന്ന് ഞാൻ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരുന്ന കുറച്ച് ഫോൺസ് ഉണ്ടായിരുന്നു, അത് നോക്കിയാലോ നമുക്ക്? അതൊന്നും വേണ്ട, ചെറിയ രീതിയിൽ ഒരു ഫോൺ മതി. എന്താ, എങ്ങനത്തെ ഉദ്ദേശിച്ചത്? നിൻ്റെ പഠനത്തിൻ്റെ കാര്യങ്ങൾ അതൊക്കെ നിനക്ക് ചെയ്യേണ്ടതല്ലേ? ഏത് രീതിയിലുള്ള ഫോണാണ് നിനക്ക് വേണ്ടത്? ആൻഡ്രോയിഡ് വേണോ, ഐഫോൺ വേണോ? എന്തും സെറ്റാണ്. എനിക്ക് ചെറിയ രീതിയിലൊരു ഫോൺ മതി. അതിപ്പോഴൊന്നും വേണ്ട, ഇപ്പോൾ തൽക്കാലം ഞാൻ ഉമ്മാൻ്റെ ഫോണിലേക്ക് ഇട്ടിട്ടുണ്ട്. ആഹാ, അങ്ങനെയാണല്ലേ? ഇത്രയ്ക്കും വലിയ മൊബൈൽ ഷോപ്പിൻ്റെ ഉടമയായ കെട്ടാൻ പോകുന്ന പെണ്ണിനൊരു ഫോണില്ല എന്നോ? അത് കേൾക്കുമ്പോൾ ആ ഉടമക്ക് മനസ്സിനുള്ളിൽ ചെറിയൊരു ടെൻഷനുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും വേണ്ട. അത് അല്ല പെണ്ണേ, എന്നോട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? നിക്കാഹ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ അതിനല്ലേ വിളിച്ചത്. ഞാൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല, ഒക്കെ നിക്കാഹ് കഴിയട്ടെ. അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞാൽ അതൊക്കെ തെറ്റില്ല മോളെ. ഞാൻ വിളിച്ചത് നിൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം, മഹറിൻ്റെത്, അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നെ കൂടി വരുത്തണമെന്ന് ഉമ്മയുടെ നിർബന്ധം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് ഞങ്ങൾ എടുത്തു പോരുട്ടോ. അത് കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് മതി. ആദ്യമായിട്ട് നിങ്ങളൊക്കെ തന്നെ വിളിക്കുന്നുണ്ടല്ലേ? ഞാൻ
ഷമ്മാസ് എന്നൊക്കെ പേര് പറഞ്ഞപ്പോൾ ഉമ്മ എന്നെ ചീത്ത പറഞ്ഞു. ഇനി മുതൽ പെണ്ണെ ഷമ്മാസ് ഒന്നും പറയരുത് കേട്ടോ. ഇപ്പോൾ ഓക്കെ, നിക്കാഹ് കഴിഞ്ഞാൽ അവരൊന്ന് ബഹുമാനിക്കണ്ടേ? ഒന്ന് ഷമ്മുക്കാന്നോ ഷമ്മാസ്ക്കാന്നോ ഇക്കാന്നോ എന്തെങ്കിലുമൊക്കെ വിളിക്കണ്ടേ? പിന്നെ നീ ഷമ്മാസ് ഒന്നും പറയരുത് കേട്ടോ. അതൊന്നും അത്ര നല്ലതല്ല. കുറച്ചെങ്കിലും അവർക്ക് ബഹുമാനം കൊടുക്കല്ലേ. ഒന്നുമില്ലെങ്കിൽ ഭർത്താവാൻ പോണ ആളല്ലേ. ഉമ്മ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിരുന്നു ഞാൻ. അതുകൊണ്ടാണ്. ഓഹോ അങ്ങനെയാണല്ലേ. എൻ്റെ പെണ്ണിന് എനിക്ക് ഇഷ്ടമുള്ള വിളിച്ചോ, അതൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഹിജാബീസ് മൊബൈൽസ് അടിപൊളിയായി മാഷാ അല്ലാ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ക്യാഷ്ലി ഉള്ള ആളുകളാണ് ആ രീതിയിലേക്ക് അങ്ങോട്ട് വരുന്നത്. അതായത് പാർക്കിംഗ് സൗകര്യങ്ങളെ കുട്ടികൾക്കുള്ള പാർക്കൊക്കെ സെറ്റാക്കിയപ്പോൾ നല്ല രീതിയിൽ മാഷാ അല്ലാ അൽഹംദുലില്ലാ എല്ലാം റാഹത്തോടു കൂടി നടക്കുന്നുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പിന്നെ നിൻ്റെ പേരിൻ്റെ സംഭവം അത് ഉമ്മാൻ്റെ പണിയാണ് കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഞാൻ ഐഷാസ് മൊബൈൽസ് 2 എന്നിടാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഉമ്മക്ക് നിർബന്ധം. മോനെ അതിടടാ എന്ന് പറഞ്ഞു ഉമ്മ എൻ്റെ പിന്നാലെ നടക്കല്ലേ. ഓഹ് ഇങ്ങനെയുണ്ടല്ലോ ഒരു മരുമക്കളും അമ്മായിമാരും തമ്മിൽ സ്നേഹം. ഉമ്മക്ക് എന്നെ ഇഷ്ടമാണ്. എനിക്ക് ഉമ്മാനെ നല്ല ഇഷ്ടമാണ്. എന്തെന്നറിയില്ല, എൻ്റെ പെറ്റുമ്മയും ഉപ്പയൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ശരിയാണ്, അവരെനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരൊക്കെയാണ്. പക്ഷേ എനിക്ക് അവിടുത്തെ ഉമ്മാനെ എന്തെന്നറിയില്ല. ഉമ്മയുടെ മനസ്സും ഉമ്മയുടെ ആ ഒരു സംസാരമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇതാണ്. എന്നോട് എന്തൊക്കെയോ ഒരു കൂടുതലായിട്ട് സ്നേഹമുള്ള പോലെ തോന്നാണ്. എന്ത് ചെയ്യുക, ആയിക്കോട്ടെ, പഠിച്ച റബ്ബ് അതെന്നും നിലനിർത്തി കൊടുക്കട്ടെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. എന്നും റാഹത്തോടു കൂടെ. അതിലെനിക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നിയത് എന്താണെന്നോ, എൻ്റെ ഉമ്മ ആഗ്രഹിച്ച, എൻ്റെ ഉമ്മ ഇഷ്ടപ്പെട്ട മരുമകളെ എൻ്റെ ഉമ്മാക്കൊരു സമ്മാനമായി ഞാൻ നൽകുകയാണ്. അതാണ് കേട്ടോ ഏറ്റവും വലിയ ഒരു സന്തോഷം എനിക്ക്. എന്തൊക്കെ തന്നെയാലും അൽഹംദുലില്ലാ എൻ്റെ പെണ്ണിനെ എനിക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇനി ഇതൊക്കെ 10 ദിവസമല്ലോ കേട്ടോ ബാക്കി. ഈ 10 ദിവസം കൂടി കഴിഞ്ഞാൽ എൻ്റെ പെണ്ണേ, ഇല്ലല്ല, ഞാനൊന്നും റൊമാൻറ്റിക്കായിട്ടൊന്നും പറയണില്ല, പറയാനേ പാടില്ല. അല്ല, ഡ്രസ്സിൻ്റെ കാര്യം, മഹറിൻ്റെ കാര്യമൊക്കെ. പിന്നെ വേറൊരു കാര്യം പറയാൻ കേട്ടോ, നിങ്ങളെ ഭാഗത്തുനിന്ന് ഒരു ഡ്രസ്സ് കാര്യങ്ങളൊന്നും എടുക്കണ്ട. ഒക്കെ തലേ ദിവസം വന്നിട്ട് ഇവർ സെറ്റാക്കി തരും. അങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ എല്ലാവരും വന്ന് നിന്നെ മണവാട്ടിയായി ഒരുക്കും ഇൻഷാ അല്ലാ എൻ്റെ പെണ്ണിനെ. പക്ഷേ എൻ്റെ പെണ്ണെ, നിന്നോടൊരു കാര്യം പറയാണ്ട്. പെട്ടെന്ന് അതാ ഷമ്മാസിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഉഷാറ് പോകുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. എന്താ ഷമ്മുക്ക? എന്താണ്? എടേ, എനിക്ക് സങ്കടകരമായൊരു കാര്യം പറയാനുള്ള വെച്ചാൽ മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തൊക്കെ തന്നെയാലും അതൊക്കെ അറിയണ്ടേ. പിന്നെ എൻ്റെ ഇക്കയുടെ വൈഫ്, നവാസ്കയുടെ വൈഫ്, അവൾ എങ്ങോട്ട് പോയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടില്ല. എങ്ങോട്ടാണെന്ന് കറക്റ്റായിട്ട് ഒരു ഇത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ്. എങ്ങോട്ട്? അപ്പോൾ മക്കളോ? മക്കളൊക്കെ ഇവിടെയുണ്ട്. ഷമ്മുക്ക, പാവം മക്കളില്ലേ. എന്തായാലും ഇത്താത്ത തിരിച്ചു വന്നാൽ മതിയായിരുന്നു. പിന്നെ മക്കളെ കാര്യത്തിലൊന്നും വിഷമിക്കണ്ട കേട്ടോ. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ മക്കളെ പൊന്നു പോലെ നോക്കും. അതെങ്ങനെ പെണ്ണേ, നീ എപ്പോഴും ഉണ്ടാവില്ലല്ലോ. നീ പഠിക്കേണ്ടവളല്ലേ. എന്തൊക്കെ തന്നെയായാലും അവരുടെ പ്രസവിച്ച ഉമ്മ, അവരുടെ പെറ്റ ഉമ്മ അതന്നല്ലേ. അവൾ അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഷമ്മാസിന് ശരിക്കും സങ്കടം വന്നു. അവൾ ഷമ്മാസിനെ ആശ്വസിപ്പിച്ചു. ഷമ്മുക്ക, സാരില്ല, പഠിച്ചവൻ്റെ വിധിയല്ലേ, അവർ തിരിച്ചു വന്നോളും. നിങ്ങൾ വിഷമിക്കണ്ട. ആ മക്കളെ നല്ല രീതിയിൽ വിഷമിപ്പിക്കാതെ നോക്കിയാൽ മതി. അത് കേട്ടപ്പോൾ ഷമ്മാസിന് ശരിക്കും സങ്കടം വന്നു. അവൻ ആ കാർ യാത്രക്കിടയിൽ അവന് വല്ലാതെ വേദനിച്ചു പോയി. മക്കളുടെ കാര്യം ആലോചിച്ചിട്ടും നവാസ്കയെക്കുറിച്ച് ആലോചിച്ചിട്ടും. എന്തൊക്കെ തന്നെയായാലും മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ ഉമ്മയുടെ ആ ഒരു സ്നേഹം, ആ മക്കളുടെ ഉമ്മയുടെ സ്നേഹമൊന്നും അവർക്ക് കിട്ടില്ലല്ലോ. ശരിയാണ്, ഇത്താത്ത കുറേ മക്കളെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഇക്കാന ചീത്ത പറഞ്ഞിട്ടുണ്ട്. അവരുടെ മാനസികാവസ്ഥ അതായിരിക്കും, അതുകൊണ്ടായിരിക്കും. പഠിച്ചോനെ, യാതൊരു കുഴപ്പമൊന്നുമില്ലാതെ അവർ നല്ല രീതിയിൽ ഇനിയും ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ഇത്താത്ത തിരിച്ചു വന്നോട്ടെ, ഇക്കയുടെ കൂടെ ജീവിക്കട്ടെ.
അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ബന്ധങ്ങളും വേർപ്പെടുന്നത് അത്ര നല്ലതല്ല. ഏതെങ്കിലും ഒരു ബന്ധം വേർപെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിംഹാസനം പൊട്ടിക്കരയും അത്രേ. അത്രക്കും ത്വലാക്ക് എന്നുള്ള സംഭവം പഠിച്ച റബ്ബിന് തീരെ ഇഷ്ടമില്ലാത്ത സംഭവമാണത്രേ. ഇപ്പോൾ ഏറെക്കുറെ അത് പെരുകിക്കഴിഞ്ഞു. അല്ലാ അതിനുള്ള ഇട വരുത്താതെ ഇക്കാക്ക് അവളെ ഞങ്ങൾ ഇതുവരെ കേട്ടതൊക്കെ കളവായിരിക്കണം. ഇത്താത്ത ഒളിച്ചോടി നിക്കാഹ് കഴിച്ചു എന്നുള്ള കാര്യം അതൊക്കെ കളവായിരിക്കണം റബ്ബേ. നല്ല രീതിയിൽ തിരിച്ചു വരികയാണെങ്കിൽ ഇൻഷാ അല്ലാ അവരെ സ്വീകരിക്കണം. എന്നിട്ട് നല്ലൊരു ജീവിതം, കുടുംബജീവിതം എല്ലാവർക്കും കൂടി ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കണം. അതാണ് എൻ്റെ മനസ്സാഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാ. ഷമ്മാസ് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കണ്ണിൽ വെള്ളം നിറച്ചു കൊണ്ടിരുന്നു. മോനെ കാണാതെ അതാ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ഉമ്മ. പഠിച്ചോനെ, എൻ്റെ മോൻ എവിടെ പോയി? റബ്ബേ, ഞാനായിട്ട് പറഞ്ഞയച്ചതാണ് അവനങ്ങോട്ട്. അള്ളാഹുവേ, ഹുസൈനാജിൻ്റെ ആൾക്കാരെൻ്റെ കുട്ടിയെ ഒന്ന് കാട്ടാനേ മതിയായിരുന്നു. കാരണം ഒരു വട്ടം എൻ്റെ കുട്ടിക്ക് വലിയ തലക്ക് വരെ വലിയ പരിക്കേറ്റാണ്. എൻ്റെ കുട്ടി ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. റബ്ബേ, പഠിച്ചവനെ കാക്കല്ല. എൻ്റെ കുട്ടിക്ക് ആരോടും വെറുപ്പും വിദ്വേഷമൊന്നുമില്ല. പക്ഷേ ഒരിക്കൽ സഹിക്കാൻ കഴിയാതായപ്പോൾ അയാൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അയാൾക്കെതിരെ അവന് കുറച്ച് പെരുമാറേണ്ടി വന്നു. അല്ലാതെ പിന്നെ എന്ത് ചെയ്യുക? പഠിച്ചവൻ്റെ കുട്ടിക്ക് പുറത്ത് കൊടുക്കട്ടെ റബ്ബേ. അതിൻ്റെ പക വീട്ടാനൊന്നും വേണ്ടിയിട്ട് എൻ്റെ കുട്ടിയെ അവരൊന്നും ചെയ്യാൻ ഞാൻ മതിയായിരുന്നു. അല്ലാ. ആ ഉമ്മ സങ്കടത്തോടെ ദുആ ചെയ്തു. ദൂരെ നിന്ന് അതാ തൻ്റെ പ്രിയപ്പെട്ട മോൻ്റെ കാറ് വരുന്നു. അപ്പോഴാണ് ആ ഉമ്മ ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്. അവർ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. മോനെ, ഉമ്മാൻ്റെ ഷാമോനെ. ഉമ്മ. അവൻ ഡോർ തുറന്നുകൊണ്ട് അതാ പുറത്തേക്ക് ഇറങ്ങി ഉമ്മയ്ക്ക് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ, എന്തായടാ കാര്യങ്ങളൊക്കെ? നീ കണ്ടോ? ഞാൻ പേടിച്ചടാ. അയാൾ ആൾക്കാരൻ്റെ കുട്ടീനെ കാട്ടുമെന്ന് വിചാരിച്ചിട്ട്. ഉമ്മ, എന്ത് നിങ്ങളീ പറയുന്നത്? അദ്ദേഹം കിടക്കണ കിടപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത്യധികം എന്താ പറയുക, ഒരാൾക്കും അങ്ങനെ ഒരു ഗതി വരാതിരിക്കട്ടെ. അത്യധികം കാണാൻ കഴിയാത്ത രൂപത്തിലാണുമ്മ. മുഖമൊക്കെ ആകെ വികൃതമായി പൊള്ളി. അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്തു നിന്ന് ഓരോ സ്കിന്നൊക്കെ വെട്ടിയെടുത്ത് അവിടെയും ഇവിടെയൊക്കെ വെച്ച് ഒട്ടിച്ച്. സത്യം പറഞ്ഞ ഉമ്മ, എന്തൊരു പരീക്ഷണമാണിത്? പടച്ചറബ് കൊടുത്തൊരു ശിക്ഷയാണോ ഇത് എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. പടച്ചറബ് കാക്കട്ടെ, ഒരാൾക്കും ആ രീതിയിലൊരു ശിക്ഷ നൽകാതിരിക്കട്ടെ. ശരിക്കും മിണ്ടുവാനോ ഒന്ന് പറയുവാനോ മര്യാദയൊക്കെ ഒരു കണ്ണ് തുറന്ന് ഒരാൾ കാണുവാനോ അയാൾക്ക് കഴിയുന്നില്ല. ചെവിക്ക് കുഴപ്പമില്ല, നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് കേട്ട് അയാൾ കണ്ണുനീർ പൊഴിക്കുന്നുണ്ട്. മോനെ, എടാ പഠിച്ചോ ഷിഫാക്കി കൊടുക്കട്ടല്ലേ? കാരണം മനുഷ്യനല്ലേ എന്തൊക്കെ തന്നെയായാലും. ഉമ്മ, പാവം അസ്കർ എത്ര ദിവസമായി ഹോസ്പിറ്റലിൻ്റെ അടുത്തിങ്ങ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ വിവാഹം അതൊക്കെ പഠിച്ച റബ്ബ അപ്പോൾ അതിന് ഷിഫിയാക്കി കൊടുക്കട്ടെ. പാവം ആ കുട്ടി ഓനെടുങ്ങാറായി. അല്ല എന്ത് ചെയ്യാ? അല്ല മോനെ, എന്ത് സംഭവിച്ചതെന്നാവല്ലേ? എങ്ങനെയാണ് ഇപ്പോൾ ആസിഡ് അങ്ങനെ മൂത്തക്ക് മറന്നെന്നാവോ? മൂപ്പരാ പണിക്കൊക്കെ പോരുണ്ടോ? ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഷമ്മാസിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. വേണ്ട, എന്തിന്? ഒന്നും പറയണ്ട, പറയാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ അതാ ഷമ്മാസ് അകത്തേക്ക് കയറുന്നു. മോനെ, എടാ ജി പെണ്ണിനെ വിളിച്ചീനോ? ആർക്കുമാ? എൻ്റെ പൊന്നാര ചെക്ക നുസൈബാക്ക് വിളിച്ചീനോന്ന്. ആ, ഞാനൊന്ന് ജസ്റ്റ് സമാധാനമായി. ഞാൻ അതിന് വേണ്ടിയിട്ടായിരുന്നു മോനെ. പിന്നെ ഡ്രസ്സും മഹറും എടുക്കേണ്ട ചെക്ക. എത്ര ദിവസം ഇനി ഇല്ലല്ലോ, 10-15 ദിവസത്തിൽ എന്താ ചെയ്യുക? കല്യാണം പറയാൻ തന്നെ അങ്ങോട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒന്ന് വേഗം ഒന്ന് ഒരുങ്ങേ, നാളെ പോയാലോ നമുക്ക്? ഉമ്മ, അവന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അല്ലുമ്മ, ഒന്നും കൂടി ഫസിലിറ്റി അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് നമുക്ക് സന്തോഷത്തോടു കൂടി എൻ്റെ പൊന്നു മോനെ അവളിനി തിരിച്ചു വരുമോ എനിക്കറിയണില്ല. ആ മക്കളെ മുഖത്തേക്ക് നോക്കാനും വയ്യ. ഉമ്മ നോക്കട്ടെ, നാളെ ഒന്നും കൂടി ഒന്ന് ചുറ്റിയടിച്ച് നോക്കട്ടെ, എവിടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിഞ്ഞാലോ. അപ്പോൾ മോനെ, ഓള് മറ്റൊരുത്തിൻ്റെ കൂടെ പോയതാണെങ്കിലോ അറിയില്ല. എന്തൊക്കെ നമുക്ക് നോക്കാം, ഒന്നും കൂടി ശ്രമിക്കാം. എന്നിട്ട് ഇൻഷാ അല്ലാ മറ്റന്നാൾ നമുക്ക് ഡ്രസ്സ് എടുക്കാനോ മഹർ എടുക്കാനോ ഒക്കെ പോകാം.
മോനെ ഓളെ കൊണ്ടുവരണം കേട്ടോ. ഉമ്മ അത് എന്താടാ, അവൾക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യട്ടെ. ഓഹ്, അവളങ്ങനെ ഇഷ്ടപ്പെട്ടോ സെലക്ട് ചെയ്യില്ല. അവൾ ആ ബ്ലാക്ക് പർദ്ദേ യൂസ് ചെയ്യുള്ളൂ. മോനെ എന്തായാലും വേണ്ടില്ല, ഞാൻ എടുത്തോണ്ട്. പക്ഷേ ഓളിൻ്റെ കൂടെ വേണം. ഉമ്മയുടെ സന്തോഷത്തിന് അതിലില്ലായിരുന്നു. ആ ദിവസത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഷമ്മാസ് ആ രാത്രിയിൽ മനോഹരമായ കിനാവുകൾ കണ്ട് പതുക്കെ ഉറക്കത്തിലേക്ക്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.